ഹലോ. ഇപ്പോഴത്തെ അധിക ആൾക്കാരുടെയും ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കി കുറച്ച് ട്രെൻഡിങ്ങിൽ കയറി കുറച്ച് ഫോളോവേഴ്സിനെയും കുറച്ച് റീച്ചും കിട്ടി ഒന്ന് ആ ഒരു ടൈം ലൈനിൽ നിൽക്കണം. അങ്ങനെ എന്ത് തെണ്ടിത്തരവും കാണിച്ചിട്ട് എങ്ങനെയാണെങ്കിലും റീച്ച് കിട്ടിയാൽ മതി എന്ന് ആലോചിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ ആൾക്കാര് കാരണം റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പോലും കണ്ടോ ഇത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയേണ്ട സിറ്റുവേഷനിൽ ഇപ്പൊ എത്തി നിൽക്കുന്നു. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ബസ്സില് ഒരു പെങ്കൊച്ചിന്റെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് ഈ പെങ്കൊച്ചിനെ മോശമായിട്ടുള്ള രീതിയിൽ തൊട്ടു അല്ലെങ്കിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും അങ്ങേരുടെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ ഇരിക്കുന്നു. ഒരു ഫോണും പൊക്കി പിടിച്ചിട്ട് മാസ്ക് ഇട്ടിട്ട് ഒരു പെങ്കൊച്ച് ആളാണ് ഈ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ് ആ പെങ്കൊച്ചിന്റെ. ഇപ്പൊ ഇതൊക്കെ ആണല്ലോ ട്രെൻഡിങ്. അതായത് ബസ്സില് വൃത്തികേട് കാണിക്കുന്നത്, ട്രെയിനില് വൃത്തികേട് കാണിക്കുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരോടുള്ള പ്രതികരണം ഒക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അധികം ട്രെൻഡിങ് ആവുന്നത്. കൊച്ചും ആ ട്രെൻഡിങ് ഒന്ന് പിടിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ട്രെൻഡിങ് പിടിക്കാൻ നോക്കിയിട്ട് ഇപ്പം സ്വയം എയറിൽ കയറിയ അവസ്ഥയിലാണ് പെങ്കൊച്ച്. റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ വല്ല നല്ല കണ്ടന്റ് പിടിച്ച് റീച്ച് ഉണ്ടാക്കുക, അല്ലാതെ ഇമാതിരി തെണ്ടിത്തരം കാണിച്ചിട്ട് ആ മനുഷ്യനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അപമാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അങ്ങേർക്കൊരു കുടുംബമുണ്ട്. നിന്നെ പോലെയുള്ള അല്ലവലാദികൾ കാരണം ആ കുടുംബത്തിനാണ് ചീത്തപ്പേരുണ്ടാവുന്നത്. നിനക്ക് റീച്ച് കിട്ടും, നിന്റെ കാര്യം നടക്കും, നീ കുറച്ച് നാള് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കും, കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടും. പക്ഷേ അങ്ങേർക്കൊരു കുടുംബമുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയില് ഭാര്യ, മക്കള് അങ്ങനെ പലരും കാണും. അവരാണ് ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെ നാണം കെട്ട് നിൽക്കേണ്ടി വരുന്നത്. ഇവരുടെ കമന്റ് ബോക്സ് ഒന്ന് കയറി നോക്കണം. നല്ല അന്തസാ, നല്ല രീതിയിൽ ആൾക്കാര് വലിച്ചു കീറി അങ്ങ് ഒട്ടിച്ചു വിട്ടു. നിന്നെ പോലെയുള്ള ആൾക്കാരെ ഇതുപോലെയുള്ള വിക്ടിം കാർഡ് ഇറക്കുമ്പം യഥാർത്ഥത്തിൽ ഇത് നടക്കുന്ന ആൾക്കാരെ കൂടെ സംശയത്തിന്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തുന്ന ചെയ്യുന്നത്. ഈ വീഡിയോക്ക് മൊത്തം നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലായപ്പോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ആള് രംഗത്തോട്ട് വന്നിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അപ്സ കേരളി. നിങ്ങൾ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടതായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ കുറെ കമന്റ്സ്. അത് കാണുന്ന ആർക്കാണേലും അങ്ങനെ തോന്നും. ഒരു മൂലയ്ക്ക് അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അങ്ങനെ അവിടെ പിടിച്ചു, ഇവിടെ തൊട്ടു, അങ്ങയുടെ കൈ എന്റെ വയറിന്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാ. കാണുന്ന ആൾക്കാര് പൊട്ടന്മാരൊന്നും അല്ല. കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം എന്തിന്? അതിന്റെ ഒരാവശ്യമില്ല. അത് കാണുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും ഇത് മൊത്തം റീച്ചിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പൊ പിന്നെ വിളിച്ചിട്ട് ഇത് വല്ലതും നടന്നോ എന്ന് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടാന്നുള്ളത്. ഇല്ല, ചോദിക്കത്തില്ല. എന്താ, അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി. പിന്നെ താൻ എന്ത് തേങ്ങക്കൊലൊക്കെ ആ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ കൊണ്ടിട്ടത്? കോണ്ടന്റിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും തന്നെ അല്ലേ, അല്ലാണ്ട് സമൂഹത്തിന് കൊണ്ടുപോയിട്ട് അങ്ങ് മെസ്സേജ് കൊടുക്കാനൊന്നും അല്ലല്ലോ. ആണോ? കുറച്ച് റീച്ച് വേണം, കുറച്ച് ഫോളോവേഴ്സിന് വേണം. അതുകൊണ്ട് തന്നെ അല്ലേ ഇയാളും കൊണ്ടുപോയിട്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് റിയാക്ട് ചെയ്ത ആൾക്കാർക്ക് കോണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തത്. പിന്നെ കോണ്ടന്റ് ഇല്ല എന്ന് പറയരുത്. ഇവിടെ കോണ്ടന്റ് ആയിട്ട് തന്നെ ഒരുത്തൻ മനുഷ്യന്മാരുടെ സമാധാനം കളയാൻ വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, ജാസി താത്ത. അപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് കോണ്ടന്റ് ഇല്ലാത്തോണ്ട് ഇയാളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത്. ഞാൻ വല്ലതൊക്കെ പറയും. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്.
നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോ? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്തുകൊണ്ട് അതെടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ടില്ല? അയാൾ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പബ്ലിക് ഇടുന്നതിൽ കുഴപ്പമില്ല. താൻ അവിടെ റിയാക്ട് ചെയ്ത കാര്യം മാത്രം എടുത്തിട്ട് പബ്ലിക്കിൽ ഇടാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലല്ലേ എടുത്തിട്ട് പബ്ലിക്കിൽ ഇടാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ അങ്ങേരുടെ മുഖവും ബ്ലർ ചെയ്ത് വെച്ചിട്ട് അങ്ങേരെ എന്നെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ ആർക്കും മനസ്സിലാവത്തില്ല എന്നായിരിക്കും ചേച്ചി വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. അങ്ങേരെ ഏതൊരു സിറ്റുവേഷനിലും ഏതൊരു അവസ്ഥയിലും ചെന്നിരുന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുടുംബം. അത് നിങ്ങൾ ഈ മുഖം ബ്ലർ ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്കത് മനസ്സിലായി കാണും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത 30 സെക്കൻഡ് വീഡിയോ ആണ്. നിങ്ങൾ ആ 30 സെക്കൻഡ് വീഡിയോ പബ്ലിക്കിലോട്ട് ഇട്ടിട്ട് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, റീച്ച്. പക്ഷേ ആ ഇട്ട വീഡിയോ തിരിച്ചു പണിയായിപ്പോയി. കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായി റീച്ചിന് വേണ്ടിയിട്ട് തെണ്ടിത്തരം കാണിച്ചതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല പൊങ്കാല കിട്ടി തുടങ്ങിയപ്പോ നിങ്ങൾ അങ്ങ് വലിഞ്ഞു. അതിന് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അടുത്തൊരു വീഡിയോ, അത് ഇംഗ്ലീഷിൽ കുറെ സബ് ടൈറ്റിൽ ഇട്ടിട്ട് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിലും ഇതുപോലെ റിപ്ലൈ വന്നപ്പോ കമന്റ് വന്നപ്പോ അതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നു. ഉളുപ്പ് വേണം, മനസ്സിലായോ? വീട്ടില് സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടാവും. ആ കുടുംബത്തില് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ട് അവര് പബ്ലിക്കിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കുമ്പോ ഇപ്പൊ ഈ ചെയ്ത പ്രവൃത്തിയുടെ അർത്ഥം നിനക്ക് മനസ്സിലാവും, വേദന നിനക്ക് മനസ്സിലാവും. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താന്നറിയോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്നുള്ളത്. ആ ഭ്രാന്ത് സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വരുമ്പോ അതിന്റെ പെയിൻ മനസ്സിലാവും. അതുവരെ ഇയാളൊന്നും പഠിക്കത്തില്ല, മനസ്സിലായോ? സ്വന്തം വീട്ടില് ഈ ചെയ്തത് തെണ്ടിത്തരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി തരാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ ബോധം വരുമായിരിക്കും. അല്ലാണ്ടൊന്നും ബോധം വരത്തില്ല. വരണം, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ആൾക്കാരുണ്ടാവണം. അല്ലാണ്ട് എന്റെ മോൾ എന്തേലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് തുറന്നു വിട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവത്തില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം സ്വന്തം ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പം കാട്ടിക്കൂട്ടുമ്പം സ്വന്തം ലാഭവും നേട്ടവും കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് പറ്റി, അവരെന്താണ് ഫേസ് ചെയ്യുന്നത് എന്നൊന്ന് പോയി നോക്കുന്നത് അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വച്ചിട്ട് നല്ല തിരിച്ചടി കിട്ടും. അപ്പൊ കരയേണ്ടി വരും ഇരുന്നിട്ട്. അത് ബോധം ഉണ്ടാകുന്ന നന്നാ. ശരിയെന്ന്.